ശ്രീ എം എ ബേബി, ഇപ്പോൾ ഇതാ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇടതു സംഘടനകളും പ്രതിപക്ഷവും യുവജനതയും കൈകോർത്തു പിടിച്ച പോരാട്ടത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നോ കേന്ദ്ര സർക്കാർ? ഇതൊരു സമരത്തിന്റെ ഒരു ഘട്ടത്തിന്റെ വിജയമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന മട്ടിലാണ് 56 ഇഞ്ച് നെഞ്ചളവ് ഉണ്ടെന്ന് മേനി നിരച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തു പോന്നിരുന്ന ഒരു സമീപനം. സംയുക്ത കിസാൻ മോർച്ച കർഷക വിരുദ്ധ ബില്ലുകൾ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്നത് പോലെ ആ ബില്ലുകൾ BJP പിൻവലിക്കാൻ നിർബന്ധിതമായതിന് സമാനമായ ഒരു വിജയമാണ് ഒരു പരിധിവരെ ഇപ്പോഴത്തെ ഈ സംയുക്ത വിദ്യാർത്ഥി സമരത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവേശന പരീക്ഷ അഴിമതിയും കച്ചവടവുമായി അധപ്പതിച്ചത് ഈ സെൻട്രലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ്. ആ തെറ്റായ വിദ്യാഭ്യാസ നയം പിന്തുടരുകയാണ്. അത് നടപ്പാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തിയ 20-അടുത്തുള്ള ആത്മഹത്യകൾ ഇതുമായി ബന്ധപ്പെട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ നടന്നു. അതിനൊക്കെ ഉത്തരവാദിയായ ആള് അവസാനം അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം പഠിച്ച് അംഗീകരിച്ച് ഇപ്പൊ രാജിവെക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ശ്രീ എം എ ബേബി, ഇപ്പോൾ ആ രാജിക്കത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ സമയത്തും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. അതിൽ തനിക്ക് മാനസിക വിഷമം ഉണ്ടായി എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കത്തിൽ പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നതെന്നാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ആ വാചകത്തിൽ നിന്നും കാണുന്നത്. അധർമ്മേന്ദ്ര പ്രധാൻ എന്ന് ദുഃഖത്തോടുകൂടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ ഞാൻ നിർബന്ധിതനായി. എന്തായാലും അത് നമുക്ക് കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യാം. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത CJPയുടെ നേതാവ് അഭിജിത്ത് ദിപ്കെയും SFIയുടെ നേതൃത്വവും AISFന്റെയും ഐസയുടെയും നേതൃത്വവും ഒക്കെ ഡൽഹിയിൽ ചർച്ച നടത്തിയാണ് അടുത്ത ഘട്ടത്തെക്കുറിച്ച് സമരം തുടർന്നിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇപ്പം ജന്തർ മന്ദർ നടക്കുന്ന സമരം സംബന്ധിച്ച് തീരുമാനിക്കണം. അതെല്ലാം സംബന്ധിച്ച് ഔപചാരികമായ പ്രഖ്യാപനം സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരുടെ ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. ഒരു കാര്യം കൂടി ചെയ്യണ്ടേ ബേബി, അതായത് ഈ 12 വർഷമില്ലാത്തൊരു കീഴ്വഴക്കമാണ് ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. നോ റെസിഗ്നേഷൻ ആയിരുന്നു BJPയുടെ പോളിസി. ഒരു മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കില്ല എന്നതാണ് ആദ്യഘട്ടം മുതൽ 2014 മുതൽ പറഞ്ഞത്. ഇത് ആദ്യമായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. അതും RSSുമായി ബന്ധമുള്ള, BJPയുമായി ബന്ധമുള്ള ഒഡീഷയിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാജിവെച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ തുടക്കമാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അവസാനത്തിന്റെ ആരംഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും പക്വതയോടുകൂടിയും ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഒരുമ്പെട്ടാൽ ജനങ്ങളുടെ മുന്നേറ്റത്തിന് മുമ്പിൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന BJP ഗവൺമെന്റ് തകർന്നു വീഴുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. താങ്ക് യു ശ്രീ എം എ ബേബി. അവസാനത്തിന്റെ ആരംഭം എന്നാണ് ഇപ്പോൾ എം എ ബേബിയും പറഞ്ഞിരിക്കുന്നത്. KC വേണുഗോപാൽ അതേ വാചകമാണ് ഉപയോഗിച്ചത്. അവസാനത്തിന്റെ ആരംഭം മോദി സർക്കാരിന്റെ. ഇപ്പോൾ നബിൾ മാരിക്കാരൻ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്ന്